ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ അടുത്ത് പുതുതായിട്ട് സ്റ്റോക്ക് വന്ന കുറച്ച് പ്ലാന്റ്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. കുറച്ച് പുതിയ പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. ഇതിൽ ആദ്യം വരുന്നത് ക്രീപ്പർ റോസ് ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് ഇഷ്ടത്തിന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ക്രീപ്പർ റോസ്. അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ റെഡ് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണിത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 100 രൂപയാണ് വരുന്നത്. അടുത്തത് വരുന്നത് ഓർക്കിഡ് റോസ് ആണ്. ഇതിൻ്റെ ഒരു പിങ്ക് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതും നമുക്ക് വള്ളികൾ പോലെ വളർത്തിയെടുക്കാനൊക്കെ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ടാണ്. വീഡിയോയിൽ ഞാൻ സൈസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് 120 രൂപയാണ് വരുന്നത്. അടുത്തത് വരുന്നത് ഇബിക്കസ് അഥവാ ചെമ്പരത്തിയാണ്. ഇത് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഉൾപ്പെടുത്തുമെന്ന് ചോദിച്ചിട്ട്. ഇപ്പോഴാണ് എൻ്റെ അടുത്ത് ഇതിൻ്റെ സ്റ്റോക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നല്ല വെയിലത്തൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇബിക്കസ്. അതുപോലെ തന്നെ ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ചെറുപ്പത്തിലെ പൂ ഉണ്ടാകുന്നൊരു പ്ലാന്റും കൂടിയാണിത്. ഇതിൻ്റെ റെഡ്, യെല്ലോ, അതുപോലെ തന്നെ ഓറഞ്ച്, പിങ്ക് എന്നിവയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. നല്ല വെയിലത്തൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് ഇബിക്കസ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് 80 രൂപയാണ്. അടുത്തത് വരുന്നത് നമുക്ക് നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അലമാണ്ട വെറൈറ്റി. ഇതിൻ്റെ റെഡ്, അതുപോലെ തന്നെ പിങ്കും റെഡും ചേർന്നൊരു കളറും യെല്ലോയും ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ സൈസ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിൻ്റെ ഒരു റെഡിന് 170 രൂപയും പിങ്കിനും യെല്ലോയ്ക്കും 120 രൂപയാണ് വരുന്നത്. അടുത്തത് വരുന്നത് ബിഗോണി വെറൈറ്റി ആയ ഫ്ലവറിംഗ് ബിഗോണിയാണ് വരുന്നത്. നമുക്ക് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത്. അതുപോലെ തന്നെ ഇത് ഓവർ വെയിലത്ത് വെക്കരുത്, ഒരു മീഡിയം ടൈപ്പ് വെയിലത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഈ നിലത്ത് നടുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ പോട്ടിലേക്ക് നടുന്നതാണ് നല്ലത്. നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഒരു മീഡിയം ടൈപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് 60 രൂപയാണ് വരുന്നത്. അടുത്തത് വരുന്നത് അസേലിയ വെറൈറ്റി ആണ്. ഇതിൻ്റെ ഒരു റെഡ്, അതുപോലെ തന്നെ പിങ്കും വൈറ്റും ചേർന്ന കളറും, അതുപോലെ തന്നെ വൈറ്റും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അസേലിയ നമുക്ക് നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ ഇതിന് പോട്ടിലാണ് നടുന്നതെങ്കിൽ അത്യാവശ്യം വലിയ പോട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് നല്ല ബുഷായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 160 രൂപയാണ് വരുന്നത്. വീഡിയോയിൽ ഞാൻ സൈസ് കാണിക്കുന്നുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് വരുന്നത് കമേലിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ട് റീസ്റ്റോക്ക് വന്നത്. നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നൊരു പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ്. ഇതിൻ്റെ റെഡ്, അതുപോലെ തന്നെ പിങ്ക്, വൈറ്റ് എന്നീ കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. റോസാപ്പൂക്കളോടൊക്കെ സാമ്യമുള്ളൊരു പ്ലാന്റും കൂടിയാണിത്. എന്നാൽ റോസാപ്പൂക്കളുടെ ഇതളുകൾക്ക് ഇത്ര തിക്നെസ് ഇല്ല. ഇത് കുറച്ചും കൂടി തിക്കായിട്ടുള്ളതാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണിത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 160 രൂപയാണ് വരുന്നത്. ഇനി കാണിക്കുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഫോട്ടോസും അതിൻ്റെ വിലയുമാണ്. അത് ക്രീപ്പർ വെറൈറ്റിയാണ്. നമ്മുടെ ഇഷ്ടത്തിന് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണിത്. നല്ല ഭംഗിയിൽ നമ്മുടെ വേലിയിലും അതുപോലെ തന്നെ നമ്മുടെ ടെറസിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് വെറൈറ്റിയാണിത്. ഇതിൽ സ്മെല്ലുള്ളതും സ്മെല്ലില്ലാത്ത പ്ലാന്റും ഉണ്ട്. അതിൽ കൂടുതൽ സ്മെല്ലുള്ള വരുന്നത് റെങ്കോൺ ക്രീപ്പർ, അതുപോലെ തന്നെ ഗാർലിക് വൈന്, പെട്രിയ, അങ്ങനത്തെ പ്ലാന്റ്സ് ആണ് നമുക്ക് സ്മെല്ലുള്ളതായിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഒരു മീഡിയം ടൈപ്പ് സ്മെല്ലുള്ളൊരു പ്ലാന്റാണ്. നമുക്ക് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത്. ഇതിൽ ഞാൻ കുറച്ച് കോംബോ പ്ലാന്റ്സും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിൽ ആദ്യം വരുന്നത് ഹൈഡ്രാഞ്ചിൻ്റെ ഒരു 4 വെറൈറ്റിയാണ്. പിങ്ക്, റെഡ്, ബ്ലൂ, വൈറ്റ്. നമുക്ക് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഹൈഡ്രാഞ്ച. നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത്. ഇതിൻ്റെ 4 പ്ലാന്റിന് 280 രൂപയാണ് വരുന്നത്. അടുത്തത് വരുന്നത് ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു കോംബോ ആണ്. ഇതിൻ്റെ ഒരു 10 പ്ലാന്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യം 12 പ്ലാന്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 10 കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന, നമ്മുടെ വീട്ടുമുറ്റത്ത് എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. ഇതിന് സീസൺ ഇല്ലാന്നാണ് ഇതിൻ്റെ പ്രത്യേകത. എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ചൈനീസ് ബോൾസം. നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണിത്. ഇതിന് ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കണം, അല്ലേ വാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അധികം വെള്ളം ആയാലും ഇത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, അതും കൂടി ശ്രദ്ധിക്കുക. ഇതിൻ്റെ 10 പ്ലാന്റിന് 280 രൂപയാണ് വരുന്നത്. അടുത്തത് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ്. 6 കളേഴ്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
6 പ്ലാന്റിനും കൂടി 210 രൂപയാണ് വരുന്നത്. നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന അധികം വെള്ളമൊന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ് ക്രിസ്മസ് കാറ്റസ്. അധികം മെയിൻ്റെനൻസും ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണിത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.